ഹായ് ഗൈസ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ തന്നെ ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യുന്നതല്ല കേട്ടോ. ചുമ്മാ ഒന്ന് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പറഞ്ഞേ ഒന്ന് ക്യാമറ എടുത്ത് ഹലോ ആണ്. എല്ലാവരും കുറേ ആളായല്ലോ നമ്മൾ ചെയ്യേണ്ടി. ഒന്നുമില്ല ഗൈസ്, ഇപ്പോൾ വന്ന് രാത്രി ഉറക്കമൊന്നുമില്ല അല്ലേ. സെക്യൂരിറ്റി പണിക്കൊക്കെ പോയാലോ ആലോചിക്കുക. രാത്രി അത്ര ഫുൾ ഓണാണ്. ഞാൻ രാത്രി ആയപ്പോഴത്തേക്ക് ഉറക്കമില്ലാണ്ടായപ്പോൾ ചുമ്മാ നമ്മുടെ ചളിക്കോട്ടുമ്പോൾ അതൊരു ബൂസ്റ്റർ ചായ എന്ന് പറയുന്ന കടയുണ്ട്. അവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അയ്യോ, വേറെ എന്താ ഗൈസ്, എന്താ പറയാ, നത്തിങ് ടു സേ. ഒന്നും പറയാനില്ല, ഫുൾ ബ്ലാങ്കാണ്. നോ ഉറക്കം, നത്തിങ്. സെക്യൂരിറ്റി പണിക്ക് പോയാലോ, എന്താ അഭിപ്രായം? അടിപൊളിയായിരിക്കും. അതാകുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ വരുമാനമായി, സൂപ്പറായി. വേറെ എന്താണ് ഗൈസ്, 2025 തുടങ്ങി, ഇത് അവസാനിക്കുന്നു. ക്രിസ്മസ് വരുന്നു, ന്യൂ ഇയർ വരുന്നു. വ്യാകുല മാതാവേ, ഞാൻ ആ 2025 കാല് കുത്തിയപ്പോൾ ഇത്രയും പെട്ടെന്ന് ടൈലൻഡ് തോന്നുന്നു പോലും വിചാരിച്ചു. അപ്പോൾ അതാണ്ട് ടൈലൻഡുമായി. ഇനി കുറച്ചാളെ എന്തെങ്കിലും 26 സ്റ്റാർട്ട് ചെയ്യും. പ്രായവും കൂടുന്നു എൻ്റെ മാതാവേ. വേറെ എന്നാ കഴിച്ചു, ആക്ച്വലി ഒന്നുമില്ല. ഞാൻ എന്താ പറയുക, വ്ളോഗോ ചെയ്യുന്നില്ല. പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തോന്നിയപ്പോഴത്തേക്ക് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞേക്കാന്ന് വെച്ചാൽ ചുമ്മാ ആയത്തോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് രാത്രിയൊക്കെ നല്ല കിടിലൻ ക്ലൈമറ്റാണ്. ഒരു മൂന്നാർ എഫക്റ്റൊക്കെ ഉണ്ട്. മൂന്നാർ പോകേണ്ട ആവശ്യമൊന്നുമില്ല, രാത്രി കൂടെ ഇറങ്ങിയാൽ മതി. നല്ല തണുപ്പാണ്, പക്ഷേ നല്ല തണുപ്പ്, നല്ല ഒരു മൂഡുമുണ്ട്. രാവിലെയൊക്കെ ആണെങ്കിൽ കോടയും കാണാം. എന്തായാലും കൊള്ളാം. വേറെ എന്നാ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യം പ്രമാണിച്ചിട്ട് നമ്മുടെ ഇലക്ഷനൊക്കെ വന്നത്. അപ്പോൾ തുറന്നു പറഞ്ഞതിന് കാര്യം, ഞാൻ ഇന്നിപ്പോൾ വയസ്സ് ഇച്ചിരി കാര്യമായിട്ടായി. ഇത്രയും വർഷമായിട്ട് ഞാനൊരു വോട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി ഞാനിപ്പോൾ പെട്ടെന്ന് തലയിലൊന്നും വന്നില്ല, പെട്ടെന്ന് ഇത് വന്നുകൊണ്ട് വെച്ച് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് സംഭവമാണ് റോഡ്. ഈ റോഡ് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടേ അടിപൊളിയാണ്, എന്നും അടിപൊളിയാണ്. കൊച്ചി ഒരു മെട്രോ സിറ്റി ആയിട്ട് ഇന്നും നമ്മുടെ റോഡൊന്നും സെറ്റല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബേസിക് ഒരു നമ്മുടെ ഏറ്റവും ഒരു ബേസിക് നീഡാണ് റോഡെന്നുള്ള കാര്യം. ആ റോഡ് ഇന്നും സെറ്റല്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വോട്ടിൻ്റെ കാര്യം ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് പരമായിട്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല. ഫ്രാങ്ക്ലി പറയും, ഞാൻ അതിനെക്കുറിച്ച് വാർത്ത പോലും അങ്ങനെ കാണാറില്ല. കാര്യം എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കും. ഞാൻ തിരിഞ്ഞു നോക്കാറില്ല സാധനമൊന്നും. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഞാനിത് ആക്ച്വലി പറയാൻ കാരണം, ഞാനിപ്പോൾ നമ്മുടെ തട്ടത്തിമറത്ത് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. അപ്പോൾ തട്ടത്തിമറത്തിൽ ഒരു രംഗം വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. അത് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇതിനൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. 2012 പടം ഇറങ്ങിയത്. ആ പടത്തിൽ പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തോ ഒരു റോഡായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയും. അപ്പോഴത്തേക്ക് എന്തോ ശരിയാക്കുന്നില്ല, അങ്ങനെ വെച്ച് ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോൾ നോക്കാം. ഇതെന്താ ആശങ്ക ലേറ്റ് ആയത്? കോഴിക്കോട് നിന്ന് ഓടിയെത്തണ്ടേ, റോഡ് മോശമായിരുന്നു. ഇതൊക്കെ ഇനി എന്നാ നന്നാക്കുക? 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം. അകത്തേക്ക് ചെല്ലേ, വെല്ലുമ്മ കാത്തിരിക്കുക. 2012 10 വർഷം 2022 ആ 22 കഴിഞ്ഞിപ്പോൾ 25 26 ആവാറായി. റോഡ് എവിടേക്കൊക്കെയോ ശരിയാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇന്നും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ബേസിക് നീഡാണ്. കാര്യം ഞാൻ കാറൊക്കെ മേടിച്ച് നമ്മൾ ഈ റോഡിൽ ഇറക്കി, ഈ റോഡ് ടാക്സും കൊടുത്ത് നമ്മൾ ഇറക്കിയിട്ട് ഇന്നും നമുക്കൊരു നല്ല റോഡില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു പോരായ്മ തന്നെ. ഞാൻ ദുബായ് പോയായിരുന്നു. നമുക്കൊരു തലമുണ പോലും വേണ്ട കഴിച്ച് നമുക്ക് ആ റോഡിൽ കിടക്കാം. അത്രയും അടിപൊളിയാണ് അവിടുത്തെ റോഡൊക്കെ. അപ്പോൾ അതേപോലെ റോഡൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ജന്മം ഇനി ഏത് കാലത്തിന് ജനിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല.
ഓക്കെ ഗൈസ്, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പോയി. ആക്ച്വലി ഒരു തലയിൽ പെട്ടെന്ന് വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു എന്താ പറയുക, ചുമ്മാ ഒരു ഹലോ പറയാൻ വേണ്ടി എടുത്തതാണ്. ദൈവം ഇതൊന്നും എനിക്കിനി പണിയായിട്ട് വരണ്ടേ. ഒന്നാമത് കഷ്ടകാലമാണ്, തുറന്ന പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ചുമ്മാ വെറുതെ കട്ട പോസ്റ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വെറുതെ ഒരു ടൈം പാസ് വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങുക, ഉണർന്നിരിക്കുന്നവരൊക്കെ കാണുക, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാൻ. അപ്പോൾ വേറൊന്നുമില്ല.